SSFകാരൻ വേണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിച്ചോളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടിപ്പറയുന്നില്ല. അർഹമുർ-റഹീമായ റബ്ബ് ഈ സംഘടനാ സംവിധാനത്തിന്റെ ഐശ്വര്യം ഈ നാട്ടിൽ നിലനിർത്തിത്തരാൻ നിങ്ങൾ ആത്മാർത്ഥമായി ദുആയിരക്കണം. ഞാൻ ഓർത്തുപോകുന്നു, ഇതാ ഞങ്ങൾ ഈ അടുത്ത സമയത്തൊരു സംസ്ഥാന പര്യടനം നടത്തി. ആ സമയത്ത് എറണാകുളത്തെത്തുമ്പോ കരുനാഗപ്പള്ളി ഡിവിഷനിലെ ക്രാപ്പന പഞ്ചായത്തിലെ പൂത്തരുവ് യൂണിറ്റിലെ ഒരു സാധാരണ SSFന്റെ പ്രവർത്തകൻ മരണപ്പെട്ട വിവരമറിയുന്നു. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ തിരിച്ചങ്ങട്ട് പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ചെറ്റക്കുടിലിലെ അതാ വലിയ കുടുംബത്തിലെ ഇളയ കുട്ടിയാണവൻ. ഈ അബ്ദുൽ അസീസിന് വേണ്ടി ആരും അവിടെ ഒരുമിച്ച് കൂടണ്ട. കാരണം സാമ്പത്തികമായ സ്കെയില് വെച്ചാണ് ഇന്ന് സമൂഹത്തെ അളക്കുന്നത്. പണക്കാരനെത്ര തെമ്മാടിയായാലും അവന് സീറ്റുണ്ട്, പാവപ്പെട്ടവനെത്ര നല്ലവനായാലും അംഗീകരിക്കാൻ പൊതുവെ സമൂഹം തയ്യാറാകുന്നില്ല. ഈ ഒരവസരത്തിൽ സാമ്പത്തിക ഉച്ചനീചത്വം സമൂഹത്തെ തട്ടായി തിരിക്കുന്ന കാലയളവിൽ ഈ അബ്ദുൽ അസീസിന്റെ വീട്ടിൽ ഒരുപാട് പേരൊന്നും വരണ്ട. അവന്റെ ജനാസയെ ആരും അനുഗമിക്കണ്ട. 3-4 ബന്ധുക്കൾ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ച് അവനെ വെച്ചിട്ട് അതാ സലാം പറഞ്ഞു പിരിയേണ്ടതിന് പകരം സുബ്ഹാനല്ലാഹ്, അതാ അബ്ദുൽ അസീസിന്റെ ജനാസ നിസ്കാരത്തിന് സമയമായപ്പോ ആ വീടും നാടും നിറഞ്ഞു കവിഞ്ഞുപോയി. ആയിരക്കണക്കിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ ആ വീടിനെ ലക്ഷ്യമാക്കി വന്നുപോയി. സുബ്ഹാനല്ലാഹ്, അക്കൂട്ടത്തിൽ തെക്കൻ കേരളത്തിൽ നിന്ന് ആധികാരിക സമസ്ത മുശാവറയിൽ ഒരേ ഒരംഗമായ ശൈഖുനാ ഇദ്രീസ് ഉസ്താദ് അടക്കമുള്ള വലിയ വയോധിക പണ്ഡിതന്മാരുണ്ട് കേട്ടോ. അവരും അവിടെ വന്നുപോയി. അബ്ദുൽ അസീസിനെ അവർക്കറിയില്ല. SSFകാരനെന്ന സ്നേഹം കൊണ്ട് വന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനെ അടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. വഞ്ചന വലിയുടെ അകമ്പടിയോട് അതാ 2 നില വലിയ പള്ളിക്ക് ഉൾക്കൊള്ളാനാകാത്ത വഞ്ചന വലി അവന് ജനാസ സംസ്കരിക്കാൻ ഒത്തുകൂടി. എന്നിട്ട് ഖബറിലേക്ക് വെക്കുമ്പോ പ്രാദേശിക SSFന്റെ നേതാക്കള് കഥാ മിന്നാ خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى എന്ന് പറഞ്ഞ് കൂട്ടുകാരന് കണ്ണീരിൽ ചാലിച്ച പിടിമണ്ണ് വാരിയിട്ടുകൊടുത്ത ശേഷം തൊഴിലാളികൾ മണ്ണ് നീക്കിയിടുന്ന പ്രവർത്തനം പൂർത്തിയാക്കുമ്പോഴേക്ക് അവിടെ നിന്നുകൊണ്ട് അവര് ചൊല്ലിക്കൊടുക്കുന്നു, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ഇങ്ങനെ തുടങ്ങി തദാ തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുന്നു. എന്നിട്ടതാ തൽഖീന് ചൊല്ലിക്കൊടുത്ത് യാസീനോദി ദുആയിരുന്നു വിട പറയുമ്പോ അസ്സലാമു അലൈക്കും യാ അഖീ യാ സദീഖി യാ ഖിത്അത ഖൽബി മൽജഅ മഹബ്ബതി എന്ന് പറഞ്ഞ് അവിടുന്ന് യാത്ര പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് സാധാരണ ഷർട്ട് ഉപയോഗിക്കാത്ത പിതാവ്, കൂലിപ്പണിക്കാരനായ ഉപ്പ, 5 വക്ത് നിസ്കാരം മുടക്കാത്ത സാധാരണക്കാരനായ ആ പിതാവിനോട് ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞ് യാത്ര ചോദിക്കുമ്പോ പിതാവ് കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ ചെവിയുടെ അടുത്തേക്ക്
മുമ്പിലേക്ക് ചുണ്ടുവെച്ച് പറഞ്ഞൊരു വാചകം ഈ സദസ്സിൽ വെച്ച് പറയുമ്പോഴും എന്റെ കൽബ് പിടയ്ക്കുന്നു. നമ്മുടെ ക്വാളിഫിക്കേഷൻ ഓർത്തിട്ടാണ്, നമുക്കതിന് യോഗ്യതയുണ്ടോ? ആ സാർത്ഥവാഹക സംഘത്തിന്റെ നേതൃത്വം മഹാന്മാര് നയിച്ചത്, അത് പിന്തുടരാൻ നമുക്ക് പവറുണ്ടോ? ഈ പിതാവ് പറഞ്ഞ വാചകം എന്തെന്നറിയുമോ? എന്റെ മകൾ 19 വയസ്സില് ശ്വാസകോശ തടസ്സ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയവനാണ്. അവനെപ്പോഴും ആ രോഗം കൊണ്ട് വിഷമിച്ചവനാണ്. അവനാണ് മരിച്ചത്. പക്ഷേ ഞാനിപ്പോൾ അവനിലാകെ സമാധാനിക്കുന്നത്, SSLC പോലും എഡ്യൂക്കേഷൻ പൂർത്തിയാക്കാത്ത അവന് ആയിരക്കണക്കിന് അലിമീങ്ങളും മുതലിമീങ്ങളും അവന്റെ ജനാസ സംസ്കാരത്തിന് എത്തിച്ചേർന്ന് ഈ സംവിധാനം ഓർത്തിട്ട് ഞാൻ ചിന്തിക്കുന്നു, റബ്ബേ, എന്റെ മകൻ 15 വയസ്സ് പ്രായപൂർത്തിയായ ശേഷം അവൻ വല്ല തെറ്റും 4 വർഷക്കാലം നിന്റെ മുമ്പിൽ ചെയ്തു പോയെങ്കിൽ SSFന് പ്രവർത്തിച്ച ബറക്കത്തുകൊണ്ട് അല്ലാഹു അത് പുറത്തു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുമ്പോഴാണ് ഇതിന് നമുക്കെവിടെ യോഗ്യത? ഈ സംഘത്തിന് മുന്നിൽ നടക്കാൻ എന്ത് പവർ എന്ന് ചിന്തിച്ച് ഉത്തരവാദിത്തത്തിന്റെ കനമോർത്തുകൊണ്ട് കരഞ്ഞുപോയി. മാതാവിനെ കതകിന് മറവിൽ വിളിച്ചിട്ട് സമാധാനത്തിന്റെ വാചകം ഉന്നയിക്കാൻ അവരെ വിളിക്കുന്ന സമയത്ത് ആ തള്ളയോട് പറയുമ്പോ ഉമ്മ പറയുന്നു, എന്റെ മകൻ 2 ദിവസം മുമ്പ് ഇവിടുന്ന് അതാ തൊട്ടടുത്ത വീട്ടിൽ കിടന്ന കടപ്പുറം മണൽ വാരിക്കൊണ്ടുവന്ന് ഇവിടെ വിതറി, ഈ മുറ്റം വൃത്തിയാക്കി. അപ്പോഴാണ് മുറ്റത്തിന്റെ ബ്യൂട്ടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടുകാരന്റെ വേർപാടിൽ ദുഃഖിച്ചു നിന്ന ഞങ്ങൾക്ക് മുറ്റത്തിന്റെ മണം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അവനോട് ബന്ധപ്പെടുത്തി ഉമ്മ പറയുമ്പോഴാണ് ഞങ്ങൾ നോക്കിയത്, ശരിയാ. എന്നിട്ട് പറയുന്നു, ഉമ്മ, അവനാണ് ഇവിടെ ഒരു കട്ടിലുള്ളത്, അവനാണ് ഇവിടെ ഒരു കസേര ഉള്ളത്. ഞങ്ങൾ മാതാപിതാക്കള് താഴെയാണ് കിടക്കുന്നത്. അവൻ രോഗിയായതുകൊണ്ട് മുകളിൽ കിടത്തുകയാണ്. ആ ഒരു കട്ടില് മാത്രമേ ഈ വീട്ടിലുള്ളൂ. അവനെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഇരിക്കാൻ ഒരു കസേരയും ഉണ്ട്. ഇത് രണ്ടും അവൻ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി ഇവിടമാകെ കഴുകി ക്ലീൻ ചെയ്തു. അതാ നിങ്ങൾ കാണുന്നില്ലേ ഏർവാടി പള്ളിയുടെ ചിത്രം ആ കഥകില് മനോഹരമായി വരച്ചിട്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച സിയാറത്തിന് പോയ ആ പള്ളിയുടെ ചിത്രം SSFന്റെ ബുള്ളറ്റിനെഴുതിയ വിരലുകൾ കൊണ്ട് മനോഹരമായി കുറിച്ചിട്ടിരിക്കുന്നു. ഞങ്ങൾ നോക്കി, ശരിയാണ്, വളരെ സൗന്ദര്യമുള്ളത് തന്നെ. ഒരു ചെറ്റക്കുടിൽ, അതിന്റെ ഫ്രണ്ടിൽ മാത്രം സീലിംഗ് അടിച്ചിട്ടുണ്ട്. അതിലൊരു പലകമേൽ SSFന്റെ ത്രിവർണ്ണ പതാകയുടെ കളർ വെള്ളയിൽ, ആത്മാർത്ഥത മുറ്റുന്ന വെള്ളയിൽ പൂങ്കാവനമെന്ന് വീട്ടുപേരെഴുതിയിരിക്കുന്നു. ആ വീട്ടുമുറ്റത്തു നിന്നുകൊണ്ട് ഉമ്മ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോ ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നിന്റെ കല്യാണം വല്ലതുമായോ? അല്ല ഉമ്മ, കരകാണാത്ത കരുണയുടെ കടലായ നിങ്ങളുടെ കരങ്ങൾ കാഫിയത്തുള്ള സമയത്ത് ഞാനങ്ങ് മരിച്ചാൽ എന്നെ താക്കിയെടുക്കാൻ നിങ്ങളുടെ പൊന്നാര കരങ്ങളുണ്ടാകുമല്ലോ. ഇതങ്ങട്ട് പറയുമ്പോഴേക്ക് അവന്റെ ചുണ്ടമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ, ആവശ്യമില്ലാത്തത് പറയാതടാ. ഞാനങ്ങനെ പറഞ്ഞെങ്കിലും അവൻ 2 ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച ദിവസം ജുമയ്ക്ക് 5 മിനിറ്റ് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞ ഉമ്മയുടെ മുന്നിൽ ഞങ്ങൾക്കൊരു വാക്കും മിണ്ടാൻ കഴിയുന്നില്ല. അല്പം കഴിഞ്ഞപ്പോ യാന്ത്രികമായി സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ ഉമ്മ കരച്ചിൽ നിർത്തി. എന്നിട്ട് പറയുന്നു, അവനൊരു സുന്നി പ്രവർത്തകനായിരുന്നല്ലോ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സമാധാനിക്കാൻ അതാ ഈ ഉമ്മയും ബാപ്പയുടെയും പൊന്നാര മകൻ മരിച്ച വിവരം അതാ റിസാലയിലും സിറാജിലും കൊടുത്തുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോട് അവന് വേണ്ടി ദുആയിരക്കണമെന്ന് പറഞ്ഞപ്പോ ഹറമുകളിലടക്കം വിദേശ മലയാളികൾ ഒരുമിച്ച് കൂടിയിട്ട് അവന് മയ്യിത്ത് നിസ്കരിച്ചില്ലേ, അവന് ദുആയിരുന്നില്ലേ? മരണപ്പെട്ട മകനോർത്ത് മാതാപിതാക്കൾക്ക് ഇങ്ങനെ സമാധാനിക്കാൻ വക നൽകുന്ന പ്രസ്ഥാനം ഏതാണ് മക്കളെ? മരിച്ചു പോകുന്ന കൂട്ടുകാരന്റെ 2 വിരലിനിടയിലിരുന്നൊരു സർക്കുലർ വീഴാനൊരുങ്ങുമ്പോ 3 പുതിയ പ്രവർത്തകർ ഏറ്റുവാങ്ങി സുന്നത്ത് ജമാഅത്തിന് സമർപ്പിക്കുന്ന രംഗം വേറെ എവിടെയാ നമുക്ക് കാണുന്നത്? ഈ മഹത്തായ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് അല്ലാഹുവിനോട് ദുആയിരക്കണം. പോരായ്മകളുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാർക്ക് നിങ്ങൾ ഉണർത്തിക്കൊടുക്കണം. നാട്ടിൽ ഈ മഹത്തായ സംവിധാനത്തിന് ആഴത്തിലുള്ള വേരുകൾ നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ കൊടുത്തിട്ടുണ്ട്. അത് പടർന്നു പന്തലിക്കാൻ അവസരം കൊടുക്കണമെന്ന് എന്റെ രക്ഷകർത്താക്കളോട്, എന്റെ ജ്യേഷ്ഠ സഹോദരന്മാരോട്, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവരോട് ഈ വേളയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഓ ഖാലിദ് എന്ന കണ്ണൂർ ജില്ലക്കാരൻ ഞങ്ങൾക്ക് ആവേശമാണ് കേട്ടോ.